നബിവാക്യം. ആരെങ്കിലും ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ ലോകസൃഷ്ടാവായ ദൈവം അവന് കീർത്തി ഉണ്ടാക്കി കൊടുക്കും. ആരെങ്കിലും ലോകരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവന് ലോകമാന്യവും നേടിക്കൊടുക്കും. ഒരാൾ ദാനധർമ്മം ചെയ്യുകയോ അല്ലെങ്കിൽ ആരാധനാകർമ്മം നിർവഹിക്കുകയോ ചെയ്യുമ്പോൾ അത് ജനങ്ങൾ കാണണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ ആ കർമ്മത്തിലൂടെ അയാൾ ജനങ്ങളിൽ സൽപ്പേരും സൽകീർത്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ലോകമാന്യത്തിൽ പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് ദൈവത്തിൽ പങ്കുചേർക്കൽ എന്ന പാപകർമ്മമായിട്ട് മാറുകയാണ്. കാരണം ആ കർമ്മത്തിൽ അയാൾ ദൈവപ്രീതിയോടൊപ്പം തന്നെ ജനങ്ങളുടെ തൃപ്തിയും അവരിലുള്ള കീർത്തിയുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം കർമ്മങ്ങൾ ദൈവം സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് നബി ഇപ്രകാരം പറഞ്ഞത്, തീർച്ചയായും കർമ്മങ്ങൾ ഉദ്ദേശാനുസൃതമാണ്. ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത് എന്തോ അതാണ് അയാൾക്ക് ലഭിക്കുക. മറ്റൊരു നിബിവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരലോകത്ത് ഒരു ധർമ്മിഷ്ഠന് വിചാരണ ചെയ്തുകൊണ്ട് ചോദിക്കും, ഞാൻ നിനക്ക് നൽകിയ സമ്പത്ത് കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു? അപ്പോൾ അയാൾ പറയും, ഞാൻ ധാരാളമായി ദാനധർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. അപ്പോൾ ദൈവം പറയും, പച്ചക്കള്ളമാണ് നീ പറയുന്നത്. നീ വലിയ ഔദാര്യവാനാണെന്ന് അറിയപ്പെടാനാണ് നീ അത് ചെയ്തിട്ടുള്ളത്. അത് നിനക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിനക്കിവിടെ അതിൻ്റെ പേരിലൊന്നും കിട്ടാനില്ല. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം 264 പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കൊടുത്തതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടും വാങ്ങുന്നവർക്ക് ഉപദ്രവകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടും നിങ്ങൾ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കരുത്. ദൈവത്തിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ ഒരിക്കലും നിങ്ങൾ ആയിപ്പോകരുത്.